എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഓട്സ് കൊണ്ടൊരു ഫ്രൂട്ട് സലാഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി കാഷ്യൂനട്ടും ബദാം അതുപോലെ ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഏത്തപ്പഴം, പിന്നെ മാംഗോ, ആപ്പിൾ ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് വേറെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കാം. അതുപോലെ തന്നെ ബദാമും അണ്ടിപ്പരിപ്പും നമുക്ക് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഓട്സ് റെഡിയാക്കുന്നത് കുറച്ച് പാലിൽ ഓട്സ് നമുക്ക് കാച്ചിയെടുത്ത് വെക്കാം. അതാണെങ്കിൽ ഒരു ക്രീമി പരുവത്തിൽ വേണം എടുക്കാൻ. ഒരുപാട് വെള്ളം കൂട്ടിയെടുത്ത് നമ്മൾ ഓട്സ് റെഡിയാക്കണ്ട. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഇങ്ങനെ എടുക്കുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ഈന്തപ്പഴവും അതുപോലെ തന്നെ ബദാമും കാഷ്യൂനട്ടും ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതോടെ ഇതിലിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈന്തപ്പഴം കൂടെ വെച്ച് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ഇവിടെ ഓട്സ് ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മധുരം വേണ്ടിയവർക്ക് ആഡ് ചെയ്യാം. പക്ഷേ മധുരം ആഡ് ചെയ്യാൻ പറയുന്നില്ല. കാരണം ഓൾറെഡി ഈ ഫ്രൂട്ട്സിൻ്റെ ഈ മാങ്ങായ്ക്കകത്തും അതുപോലെ ഈ ഏത്തപ്പഴം അതുപോലെ നമ്മുടെ ഡേറ്റ്സിനകത്തൊക്കെ ഓൾറെഡി മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ മധുരം ഇടണ്ട, ഓൾറെഡി നല്ല മധുരമുണ്ട്. പിന്നെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ തേൻ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നിർബന്ധമാണെങ്കിൽ മാത്രം ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇത് തന്നെ ധാരാളം. പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കാനാണ്. ഓട്സും കൊണ്ട് നമ്മൾ പല പല റെസിപ്പീസ് കണ്ടിട്ടുണ്ട്. ഓട്സ് ഉപ്പുമാവ്, അതുപോലെ ഓട്സ് ദോശ, അങ്ങനെ പല പല റെസിപ്പീസ് ഉണ്ട്. പക്ഷേ ഓട്സ് കൊണ്ട് പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു വെറൈറ്റി ഇരിക്കട്ടെ. ഇപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഹെൽത്തിയാണ്, കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് പുതിയ റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും പറയാൻ മറന്നുപോലെ. അപ്പം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ബൈ ബൈ. താങ്ക് യു.